Hi students, ഇന്ന് നമ്മൾ KTU BTECിലെ ഗ്രൂപ്പ് എ S2 മാത്തമാറ്റിക്സ് മൊഡ്യൂൾ 4 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിലെ ടോപ്പിക് എന്ന് പറയുന്നത് റേഞ്ച് ഓഫ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ, റാങ്ക് ആൻഡ് നള്ളിറ്റി ഓഫ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആൻഡ് സം ഓഫ് റാങ്ക് ആൻഡ് നള്ളിറ്റി. ഈ മൂന്ന് ടോപ്പിക്കാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ദ റേഞ്ച് ഓഫ് എ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ. നമ്മൾ റേഞ്ച് എന്നാണ് ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ആക്ച്വലി ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു വെക്ടർ സ്പേസ് ഒരു വിന്ന് ഡബ്ല്യു എന്ന് പറയുന്ന അനദർ വെക്ടർ സ്പേസിലേക്ക് മാപ്പിംഗ് നടക്കുന്നതിനെയാണ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡൊമൈനാണ് വി എന്ന് പറയുന്ന വെക്ടർ സ്പേസ്, ഡബ്ല്യു എന്ന് പറയുന്നതാണ് കോഡൊമൈൻ. റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ദ സെറ്റ് ഓഫ് ഓൾ വെക്ടേഴ്സ് ഡബ്ല്യു ഇൻ ക്യാപിറ്റൽ ഡബ്ല്യു ദാറ്റ് ആർ ഇമേജസ് ഓഫ് വെക്ടേഴ്സ് ഇൻ വി. അതായത് നമ്മളിങ്ങനെ മാപ്പിംഗ് നടത്തുമ്പോൾ ഡൊമൈനിനെ നമ്മൾ മാപ്പ് ചെയ്യുന്നത് ഏത് പോയിന്റിലേക്കാണോ ആ പോയിന്റുകളുടെ എല്ലാം സെറ്റാണ് എന്ത് പറയുന്നത്, റേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ റേഞ്ചിൻ്റെ ഡെഫിനേഷൻ എന്താണ്? ഇറ്റ് ഈസ് ദ സെറ്റ് ഓഫ് ഓൾ വെക്ടേഴ്സ് ഡബ്ല്യു ഇൻ ഡബ്ല്യു ദാറ്റ് ആർ ഇമേജസ് ഓഫ് വെക്ടേഴ്സ് ഇൻ വി. വിയിലുള്ള ഡൊമൈനിലുള്ള വെക്ടേഴ്സിൻ്റെ ഇമേജസ് ആണ് ആക്ച്വലി എന്ത്, റേഞ്ച്. അതിൻ്റെ സെറ്റാണ്. അതിനെ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ സെറ്റ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് വി സച്ച് ദാറ്റ് വി ഈസ് ഇൻ ക്യാപിറ്റൽ വി. വിയിലുള്ള വെക്ടേഴ്സിൻ്റെ ട്രാൻസ്ഫോർമേഷൻ്റെ സെറ്റാണ് റേഞ്ച് എന്ന് പറയുന്നത്. ഈ ഡയഗ്രത്തിൽ ആ സ്മോൾ സർക്കിളാണ് അതിൻ്റെ റേഞ്ച് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്കൊരു തിയറം നോക്കാം. തിയറം എന്താ പറയുന്നത് വെച്ചാൽ, റേഞ്ച് ഓഫ് എ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ടി ഫ്രം വി ടു ഡബ്ല്യു ഇസ് എ സബ്സ്പേസ് ഓഫ് ഡബ്ല്യു, ക്യാപിറ്റൽ ഡബ്ല്യു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു കേർണൽ എന്ന് പറയുന്നത് ഡൊമൈനിൻ്റെ ഒരു സബ്സ്പേസ് ആണ്. അതേപോലെ തന്നെയാണ് ഈ റേഞ്ച് എന്ന് പറയുന്നത് കോഡൊമൈൻ ഡബ്ല്യുവിൻ്റെ ഒരു സബ്സ്പേസ് ആണ്. അത് പ്രൂവ് ചെയ്യാനാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ നമുക്കറിയാം റേഞ്ച് ഓഫ് ടി എന്ന് പറയുന്നത് നോൺ എം ടി ആണ്. ബിക്കോസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് സീറോ എന്ന് പറയുന്നത് സീറോ ആയിരിക്കും. അപ്പോൾ റേഞ്ച് കണ്ടെയ്ൻസ് എപ്പോഴും റേഞ്ചിൽ സീറോ വെക്ടർ ഉണ്ടായിരിക്കും. അപ്പോൾ അത് നോൺ എം ടി ആയിരിക്കും. അപ്പോൾ സബ്സ്പേസിൻ്റെ ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്, നോൺ എം ടി ആയിരിക്കണം എന്നുള്ളതാണ്. സെറ്റ് എപ്പോഴും നോൺ എം ടി ആയിരിക്കണം. അത് സാറ്റിസ്ഫൈ ചെയ്തു. സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെക്ടർ അഡീഷൻ ഫോളോ ചെയ്യണം. അതിനെ നമുക്ക് കൺസിഡർ ചെയ്യാം. ലെറ്റ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് യു ആൻഡ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് വി ബി വെക്ടേഴ്സ് ഇൻ റേഞ്ച് ഓഫ് ടി. റേഞ്ച് ഓഫ് ടിയിലുള്ള രണ്ട് വെക്ടേഴ്സ് ആണ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് യുവും ട്രാൻസ്ഫോർമേഷൻ ഓഫ് വിയും. ഇനി ദ വെക്ടേഴ്സ് യു ആൻഡ് വി ആർ ഇൻ വി, സോ ഇറ്റ് ഫോളോസ് ദാറ്റ് യു പ്ലസ് വി ഓൾസോ ഇൻ വി. യുവും വിയും എവിടെയുള്ളതാണ്, വി ഡൊമൈനിലുള്ള വെക്ടേഴ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സമ്മും അതിലുള്ളതായിരിക്കും. ഓക്കെ. അപ്പോൾ ട്രാൻസ്ഫോർമേഷൻ ഓഫ് യുവും ട്രാൻസ്ഫോർമേഷൻ ഓഫ് വി എന്ന് പറയുന്നത് കോഡൊമൈനിലുള്ളത്, യുവും വിയും ഡൊമൈനിലുള്ള വെക്ടേഴ്സ്. അങ്ങനെയാണെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ ഓഫ് യു പ്ലസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് വിനെ എനിക്ക് എങ്ങനെ എഴുതാം, ട്രാൻസ്ഫോർമേഷൻ ഓഫ് യു പ്ലസ് വി എന്ന് എഴുതാലോ. അതെന്ന് പറഞ്ഞാൽ ഇത് എവിടെയായിരിക്കേണ്ടായിരിക്കുക, ട്രാൻസ്ഫോർമേഷൻ ഓഫ് യു പ്ലസ് വി. ട്രാൻസ്ഫോർമേഷൻ നടക്കേണ്ട മുഴുവൻ റേഞ്ചിലാണ്, കോഡൊമൈനിലാണ് ഉണ്ടായിരിക്കുക. ഇറ്റ് ഈസ് ഇൻ ദ റേഞ്ച് ഓഫ് ടി. അപ്പോൾ നമുക്ക് പറയാം വെക്ടർ അഡീഷൻ ക്ലോസ്ഡ് ആണെന്ന്. ആ ക്ലോഷർ പ്രോപ്പർട്ടി, വെക്ടർ അഡീഷൻ ക്ലോഷർ പ്രോപ്പർട്ടി ഫോളോ ചെയ്യുന്നുണ്ട്. ഇനി അടുത്തതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ നോക്കുകയാണ്. ട്രാൻസ്ഫോർമേഷൻ ഓഫ് യു എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ വെക്ടർ ഇൻ ദ റേഞ്ച് ഓഫ് ടി. ലീനിയർ ട്രാൻസ്ഫോർമേഷനിൽ വരുന്ന റേഞ്ചിലുള്ള ഒരു വെക്ടറാണ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് യു. സി എന്ന് പറയുന്നത് ഒരു സ്കെയിലാറാണ്. യു എന്ന് പറയുന്നത് ആക്ച്വലി എവിടെയാണ്, ഡൊമൈൻ വെക്ടറിലുള്ള ഒരു വെക്ടറാണ് യു എന്ന് പറയുന്ന വെക്ടർ. ഓക്കെ. സി സ്കെയിലാറാണ്, യു എന്ന് പറയുന്നത് ഡൊമൈനിലുള്ള ഒരു വെക്ടറാണ്. ട്രാൻസ്ഫോർമേഷൻ ഓഫ് യു എന്ന് പറയുന്നത് കോഡൊമൈനിലെ റേഞ്ചിൽ വരുന്ന ഒരു വെക്ടറാണ്. അങ്ങനെയാണെങ്കിൽ സി ഇൻറ്റു യു എന്ന് പറയുന്നത് എപ്പോഴും എവിടെ ഉണ്ടാവും, ഡൊമൈനിൽ വരുന്ന വെക്ടർ തന്നെയായിരിക്കും. അപ്പോൾ അതിൻ്റെ സ്കെയിലാർ മൾട്ടിപ്പിൾ എടുത്ത് നോക്കിയാൽ സി ഇൻറ്റു ട്രാൻസ്ഫോർമേഷൻ ഓഫ് യു എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു ട്രാൻസ്ഫോർമേഷൻ ഓഫ് സി ഇൻറ്റു യു ആണ്. അതപ്പോൾ റേഞ്ചിൽ വരും. സോ ഇറ്റ് ഈസ് ക്ലോസ്ഡ് അണ്ടർ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ സബ്സ്പേസ് ആവാനുള്ള മൂന്ന് പ്രോപ്പർട്ടി ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് പറയാം റേഞ്ച് എന്ന് പറയുന്നത് സബ്സ്പേസ് ആണ് അല്ലേ, കോഡൊമൈൻ്റെ സബ്സ്പേസ് ആണ് റേഞ്ച് എന്ന് പറയുന്നത്. നെക്സ്റ്റ് തിയറം എന്ന് പറയുന്നത് ലെറ്റ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആർ റേസ് ടു എൻ ടു ആർ റേസ് ടു എം ബി എ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ്. ട്രാൻസ്ഫോർമേഷൻ ഡിഫൈൻ ചെയ്തിട്ട് എങ്ങനെയാണ്, ടി ഓഫ് എക്സ് ഈക്വൽ ടു എ ഇൻറ്റു എക്സ്. എ എന്ന് പറയുന്നത് ഒരു മെട്രിക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ രണ്ട് കോളം സ്പേസ് ഓഫ് എ ഈസ് ഈക്വൽ ടു റേഞ്ച് ഓഫ് ടി. നമ്മളിപ്പോൾ പറഞ്ഞ റേഞ്ചിനെ കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണെന്ന് പറയുന്നത്. വെക്ടറിൻ്റെ കേസിൽ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ വരുന്ന മെട്രിക്സ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഗിവൺ ബൈ എ മെട്രിക്സ് നമ്മൾ പഠിച്ചു. ആ മെട്രിക്സ് വരുന്ന കേസിൽ റേഞ്ച് കണ്ടുപിടിക്കാൻ ജസ്റ്റ് ആ മെട്രിക്സിൻ്റെ കോളം സ്പേസ് മാത്രം കൺസിഡർ ചെയ്താൽ മതി. നമുക്കതൊരു പ്രോബ്ലം ചെയ്താൽ ഒന്നും കൂടി മനസ്സിലാവും. നോക്കാം.
Example, define a linear transformation T by transformation of x equal to Ax. Find the kernel of T and the range of T. കേർണലും കണ്ടുപിടിക്കണം, റേഞ്ചും കണ്ടുപിടിക്കണം. മെട്രിക്സ് തന്നിരിക്കുന്നത് A equal to 1, 2, 3, 4 ആണ്. ട്രാൻസ്ഫോർമേഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ AX ആണ്. A എന്ന് പറഞ്ഞ മെട്രിക്സ് തന്നിട്ടുണ്ട് 1, 2, 3, 4. എക്സ് എക്സ് വൺ എക്സ് ടു ഈക്വൽ ടു 0 വെക്ടറായിട്ട് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മൾ കേർണൽ കിട്ടുക. അപ്പോൾ ഓഗ്മെന്റഡ് മെട്രിക്സ് ആയിട്ട് എടുത്ത് എഴുതി 1, 2, 0, 3, 4, 0. ഓഗ്മെന്റഡ് മെട്രിക്സ് എങ്ങനെ എഴുതാം? AX ഈക്വൽ ടു B ആണെങ്കിൽ മെട്രിക്സ് എയും മെട്രിക്സ് ബിയും ഒരുമിച്ച് എഴുതി കഴിഞ്ഞാൽ ഓഗ്മെന്റഡ് മെട്രിക്സ് കിട്ടും. ഇനി അതിനെ റെഡ്യൂസ് ചെയ്തു നമ്മൾ എക്കലോൺ ഫോമിലോട്ട് മാറ്റുകയാണ്. അപ്പോൾ അതിന് 3 എന്ന് പറയുന്നത്, അതായത് ഫസ്റ്റത്തെ കോളത്തിൽ അല്ലെങ്കിൽ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെന്റ് 1 ആയിരിക്കണം. ഇവിടെ 1 ആണ്. അതിന് തൊട്ട് താഴെയുള്ള എലമെന്റ് 0 ആയിരിക്കണം. ഇവിടെ 0 അല്ല 3 ആണ്. അപ്പോൾ അതിനെ നമുക്ക് 0 ആക്കാം. 0 ആക്കാൻ വേണ്ടി എന്ത് ചെയ്തു? R2 മൈനസ് 3 R1 എഴുതി. അപ്പോൾ ഇവിടെ ഈ റോ സെക്കൻഡ് റോ എന്ന് പറയുന്നത് ഇവിടെ 0 വരും, ഇവിടെ -2 വരും, ഇവിടെ 0 വരും. ഇനി അതിനെ നമ്മൾ ഈ R2നെ -2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ 1, 2, 0, 0, 1, 0 വന്നു. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് x1ഉം x2ഉം കണ്ടുപിടിക്കാം. ഈ ലാസ്റ്റത്തെ റോ നമുക്ക് എന്ത് കിട്ടും? x2 ഈക്വൽ ടു 0 കിട്ടും. ഇവിടെ x1 പ്ലസ് 2x2 ഈക്വൽ ടു 0. x2 0 ആയ കാരണം x1ഉം 0 ആയിരിക്കും. അപ്പോൾ കേർണൽ ഓഫ് T എന്ന് പറഞ്ഞാൽ 0, 0 ആയിരിക്കും. നെക്സ്റ്റ് നമുക്കിനി കണ്ടുപിടിക്കേണ്ടത് റേഞ്ച് ഓഫ് T ആണ്. റേഞ്ച് ഓഫ് T കാണാൻ ആദ്യം എ ട്രാൻസ്പോസ് എടുക്കുക. എ ട്രാൻസ്പോസ് എടുത്തിട്ട് അതിനെ റോ എക്കലോൺ ഫോമിലോട്ട് റെഡ്യൂസ് ചെയ്യുക. റോ എക്കലോൺ ഫോമിലോട്ട് റെഡ്യൂസ് ചെയ്യുമ്പോൾ ഇവിടെ വരെ നമ്മൾ ഇതിൽ ചെയ്ത അതേ സ്റ്റെപ്പ് തന്നെ വീടിനെ ഒന്നും കൂടി എക്കലോൺ ഫോമിലേക്ക് ആക്കാൻ ഈ 2 എന്നുള്ളത് 0 ആക്കണം. അതിനുവേണ്ടി എന്ത് ചെയ്തു? R1 മൈനസ് 2 R2 എന്ന് ചെയ്തു. അപ്പോൾ ഇവിടെ 1, 0, 0, 1 എന്നായി. അപ്പോൾ റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ? കോളം സ്പേസ് ഓഫ് മെട്രിക്സ് എ ആണ്. ഇതിന്റെ കോളം സ്പേസ് എന്ന് പറഞ്ഞാൽ ഇത് ട്രാൻസ്പോസ് ചെയ്ത കാരണം റോ കൺസിഡർ ചെയ്താൽ മതി. ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒറിജിനൽ മെട്രിക്സിന്റെ റോ എന്ന് പറയുന്നത് ഇതിൽ കോളായി ഉണ്ടാവും അല്ലേ? അപ്പോൾ നമുക്ക് ഒറിജിനൽ മെട്രിക്സിന്റെ കോളം സ്പേസ് ആണ് വേണ്ടിയിരുന്നത്. അതുകൊണ്ടാണ് ഇതിന്റെ റോ കൺസിഡർ ചെയ്യുന്നത്. 1, 0, 0, 1 ആണ് ഇതിന്റെ റേഞ്ച്. നെക്സ്റ്റ് പ്രോബ്ലം A ഈക്വൽ ടു 1, 3, -1, -3, 2, 2. ഇതിന്റെ കേർണലും റേഞ്ചും കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ആദ്യം കേർണൽ കണ്ടുപിടിക്കാം. കേർണൽ കണ്ടുപിടിക്കാൻ അതിനെ AX ഈക്വൽ ടു 0 എന്നുള്ള ഇക്വേഷനിലേക്ക് കൊടുത്തു. x1, x2 ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഓഗ്മെന്റഡ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ വരും? 1, 3, 0, -1, -3, 0, 2, 2, 0. ഇനി ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? സിംപ്ലിഫൈ ചെയ്യണം അല്ലേ? ഓഗ്മെന്റഡ് മെട്രിക്സ് എഴുതിയിട്ട് അതിനെ റെഡ്യൂസ്ഡ് എക്കലോൺ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഓഗ്മെന്റഡ് മെട്രിക്സ് എഴുതി. ഇനി അതിൽ ആദ്യത്തെ വാല്യൂ 1 ആണ്. അപ്പോൾ അതൊന്നും ചെയ്യേണ്ട. അടുത്ത -1ഉം 2 നമുക്ക് 0, 0 ആക്കണം. അതിന് R2നെ R1 പ്ലസ് R2 ചെയ്തു. അപ്പോൾ ഇതിൽ സെക്കൻഡ് റോ മൊത്തം 0 ആയി പോയി. തേർഡ് റോയിൽ R3 മൈനസ് 2 R1 ചെയ്യുമ്പോൾ 0, -4, 0 വരും. ഇനി അതിന് ഇക്വേഷൻ x1, x2 ഈക്വൽ ടു 0 എന്ന് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? -4 x2 ഈക്വൽ ടു 0 വരും. അപ്പോൾ x2 0 ആണ്. ദെൻ x1 പ്ലസ് 3x2 ഈക്വൽ ടു 0 ആണ്. അപ്പോൾ x1 0 ആണ്, x2 0 ആണ്. അപ്പോൾ കേർണൽ ഇവിടെയും നമുക്ക് 0, 0 തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് റേഞ്ച് കിട്ടാൻ A ട്രാൻസ്പോസ് എഴുതി. തന്നിരിക്കുന്ന മെട്രിക്സിന്റെ A ട്രാൻസ്പോസ് എഴുതി. അതായത് കോളം എന്നുള്ളത് റോ എന്നുള്ളത് കോളായിട്ട് എഴുതി. 1, 3 എന്ന് പറയുന്ന റോ ഇവിടെ കോളം 1, 3 ആയി. -1, -3 ഇവിടെ കോളം -1, -3 ആയി. റോ 2, 2 എന്നുള്ളത് കോളം 2, 2 ആയിട്ട് മാറി. ഇനി ഇതിനെ നമ്മൾ എന്ത് ചെയ്യാണ്? എക്കലോൺ ഫോമിലോട്ട് മാറ്റുകയാണ്. 1, -1, 2, 1 ആണ്. ഇനി 3നെ എനിക്ക് 0 ആക്കണം. അപ്പോൾ R2 ചേഞ്ചസ് ടു R2 മൈനസ് 3 R1 ആക്കി. ഇനി R1നെ ഞാൻ R1 പ്ലസ് R2 ബൈ 2 ചെയ്തപ്പോൾ ഈ 2 എന്നുള്ളത് ഇവിടെ 0 ആയിട്ട് മാറി. റേഞ്ച് ഓഫ് T എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ R2 എന്ന് പറഞ്ഞാൽ R2 ഡിവൈഡഡ് ബൈ -4 ചെയ്യുമ്പോൾ ഇവിടെ 0 വരും. 1, -1, 0, 0, 0, 1 വന്നു. അപ്പോൾ റേഞ്ച് എന്ന് പറഞ്ഞാൽ കോളം സ്പേസ് ഓഫ് ദ മെട്രിക്സ് ആണ്. ഇത് ട്രാൻസ്പോസ് എടുത്തതായ കാരണം ഇതിന്റെ റോ ആണ് എഴുതുന്നത്. 1, -1, 0, 0, 0, 1. ഇനി റാങ്ക് ആൻഡ് നള്ളിറ്റി ഓഫ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ അതായത് നള്ളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ കൺസിഡർ ചെയ്യുക. V എന്ന W ലീനിയർ ട്രാൻസ്ഫോർമേഷൻ. നള്ളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയമെൻഷൻ ഓഫ് ദ കേർണൽ ഓഫ് T. കേർണൽ ഓഫ് Tയിലെ ഡയമെൻഷനെയാണ് നള്ളിറ്റി ഓഫ് T എന്ന് പറയുന്നത്. അതുപോലെ റാങ്ക് ഓഫ് T എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഡയമെൻഷൻ ഓഫ് റേഞ്ച് ഓഫ് Tനെയാണ് റാങ്ക് ഓഫ് T എന്ന് പറയുന്നത്. നൾ സ്പേസിന്റെ ഡയമെൻഷൻ നള്ളിറ്റി ഓഫ് Tയും റേഞ്ചിന്റെ ഡയമെൻഷൻ റാങ്ക് ഓഫ് Tയും ആണ്.
ഇനി ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സം ഓഫ് റാങ്ക് ആൻഡ് നള്ളിറ്റി എന്താവും എന്ന് നോക്കാം. ഒരു n ഡയമെൻഷണൽ വെക്റ്റർ സ്പേസ് ആണ് വി ആർ. ലീനിയർ ട്രാൻസ്ഫോർമേഷൻ പോകുന്നത് n ഡയമെൻഷണൽ വെക്റ്റർ സ്പേസ് വിയിൽ നിന്ന് ഒരു വെക്റ്റർ സ്പേസ് ഡബ്ല്യൂയിലോട്ടാണ്. അങ്ങനെയാണെങ്കിൽ സം ഓഫ് ഡയമെൻഷൻ ഓഫ് റേഞ്ച് ആൻഡ് കേർണൽ ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ദ ഡൊമെയിൻ. സം ഓഫ് റാങ്കും നള്ളിറ്റി എന്ന് പറഞ്ഞാൽ ഡയമെൻഷൻ ഓഫ് ദ ഡൊമെയിൻ. ആ വെക്റ്റർ സ്പേസിൻ്റെ നമ്മൾ മാപ്പ് ചെയ്യുന്ന വി എന്ന് പറയുന്ന വെക്റ്റർ സ്പേസിൻ്റെ ഡയമെൻഷൻ ആയിരിക്കും സം ഓഫ് റാങ്ക് ആൻഡ് നള്ളിറ്റി കിട്ടുന്നത്. ഓക്കെ, ഇതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. റാങ്ക് ഓഫ് ടി പ്ലസ് നള്ളിറ്റി ഓഫ് ടി ഈക്വൽ ടു n ആണ്. അതല്ലെങ്കിൽ റാങ്ക് എന്ന് പറഞ്ഞാൽ റേഞ്ചിൻ്റെ ഡയമെൻഷനും നള്ളിറ്റി ഓഫ് ടി പറഞ്ഞാൽ കേർണലിൻ്റെ ഡയമെൻഷനും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡൊമൈൻ്റെ ഡയമെൻഷൻ കിട്ടും. ഇനി ഇത് നമുക്കൊരു മെട്രിക്സ് വെച്ചിട്ട്, ഇപ്പം നമുക്കൊരു മെട്രിക്സ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അത് വെച്ചിട്ട് അതിൻ്റെ റാങ്കും നള്ളിറ്റിയും ഡയമെൻഷൻ ഓഫ് ഡൊമൈനും കിട്ടും. ഓക്കെ, ആ മെട്രിക്സ് റോ എക്കലോൺ ഫോമിലായിരിക്കണം. ഇതൊരു എക്സാമ്പിളാണ്. ഇപ്പോൾ ഒരു റോ എക്കലോൺ ഫോമിലുള്ള ഒരു മെട്രിക്സ് ആണ് ഇത്. ഇതിൽ ഈ മെട്രിക്സ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ റാങ്ക് എന്താണെന്ന് വെച്ചാൽ നമ്പർ ഓഫ് ലീഡിങ് 1 ആണ്. ലീഡിങ് 1 എത്ര റോ ഉണ്ട്? റോ എല്ലാം ഇതൊരു ഫസ്റ്റ് the number of leading ones determine the rank. അപ്പോൾ ഇതിൽ 1 2 രണ്ടെണ്ണം ഉണ്ട് അല്ലേ? അപ്പോൾ റാങ്ക് എന്ന് പറയുന്നത് 2 ആയിരിക്കും. നമ്പർ ഓഫ് കോളം വിത്തൗട്ട് ലീഡിങ് 1 ഡിറ്റർമൈൻ ദ നള്ളിറ്റി. ഇത് ഈ കോളത്തിൽ ലീഡിങ് വൺസ് ഒന്നുമില്ല. അപ്പോൾ ഇതെന്ന് പറയുന്നതായിരിക്കും അതിൻ്റെ നള്ളിറ്റി. ദാറ്റ് ഈസ് 1 ആണ്. ഈ മെട്രിക്സിൻ്റെ നള്ളിറ്റി എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും. ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് കോളം അല്ലെങ്കിൽ ഡയമെൻഷൻ ഓഫ് ദ ഡൊമൈൻ കിട്ടും. അതായത് 2 + 1 എന്ന് പറഞ്ഞാൽ 3 ആണ്. അതാണ് ഡയമെൻഷൻ ഓഫ് ദ ഡൊമൈൻ. ഓക്കെ, മനസ്സിലായില്ലേ? നമ്മൾ ഒരു റോ എക്കലോൺ ഫോമിലുള്ള മെട്രിക്സ് കൺസിഡർ ചെയ്യാം. അതായത് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഗിവൺ ബൈ എ മെട്രിക്സ് ആണത്. അതിൽ അങ്ങനത്തെ മെട്രിക്സിൽ റോ എക്കലോൺ ഫോമിൽ അതിനെ കൺവേർട്ട് ചെയ്തിട്ട് നമ്പർ ഓഫ് ലീഡിങ് 1 നമ്പർ ഓഫ് കോളം ആയിരിക്കും അതിൻ്റെ റാങ്ക്. ലീഡിങ് 1 ഇല്ലാത്ത നമ്പർ ഓഫ് കോളം ആയിരിക്കും അതിൻ്റെ ഡയമെൻഷൻ അല്ല നള്ളിറ്റി. അത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡയമെൻഷൻ ഓഫ് ദ ഡൊമൈൻ കിട്ടും. ഓക്കെ, അപ്പോൾ മെട്രിക്സ് നോക്കിയിട്ട് തന്നെ നമുക്കത് എഴുതാൻ പറ്റും. ഒരു പ്രോബ്ലം പറയാം. ഡിഫൈൻ ദ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ടി ബൈ ട്രാൻസ്ഫോർമേഷൻ ഓഫ് എക്സ് ഈക്വൽ ടു എ എക്സ്. ഫൈൻഡ് കേർണൽ ഓഫ് ടി, നള്ളിറ്റി ഓഫ് ടി, റേഞ്ച് ഓഫ് ടി ആൻഡ് റാങ്ക് ഓഫ് ടി. എന്തൊക്കെ കാണണം? കേർണൽ കാണണം, നള്ളിറ്റി അതായത് അതിൻ്റെ ഡയമെൻഷൻ, റേഞ്ച് കാണണം, അതിൻ്റെ ഡയമെൻഷൻ, റാങ്ക് ഓഫ് ടി, അത്രയും കണ്ടുപിടിക്കണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വെക്റ്റർ മെട്രിക്സ് എ ഈക്വൽ ടു -1 1 1 1. ആ മെട്രിക്സിൻ്റെ ആദ്യം നമുക്ക് കേർണൽ കണ്ടുപിടിക്കാം. കേർണൽ കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യാം? ട്രാൻസ്ഫോർമേഷൻ ഓഫ് എക്സ് ഈക്വൽ ടു 0ലേക്ക് നോക്കൂ അല്ലേ? അപ്പോൾ ആദ്യം ഞാൻ അതിനെ എക്കലോൺ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്തു. -1 1 1 1 ആകുമ്പോൾ എളുപ്പമാണ്. -1 താഴത്തേതിനെ ഞാൻ 1നെ 0 ആക്കി. പിന്നെ ഞാൻ എന്ത് ചെയ്തു? ഈ 2നെ 1 ആക്കി. പിന്നെ R1 - R2 ചെയ്തിട്ട് ഇവിടെ 0 ആക്കി. ആക്ച്വലി ഈ -1നെ ഞാൻ -1 ഡിവൈഡ് ചെയ്താൽ ഇവിടെ +1 ആവും. അപ്പോൾ 1 0 0 1 ആയിരിക്കും എക്കലോൺ ഫോമിൽ വരിക. അപ്പോൾ ഇതിനെ നോക്കിയാൽ തന്നെ അറിയാം x1 0 ആണ്, x2 0 ആണ്. ഇറ്റ് ഹാസ് ഓൺലി ട്രിവിയൽ സൊല്യൂഷൻ. 0 0 എന്ന് പറഞ്ഞാൽ ട്രിവിയൽ സൊല്യൂഷനേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ നള്ളിറ്റി എന്തായിരിക്കും? ഡയമെൻഷൻ ഓഫ് കേർണൽ. നമ്മൾ പണ്ട് പഠിച്ചതാണ്. 0 വെക്ടർ മാത്രമല്ല ഒരു സബ് സ്പേസിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതുകൊണ്ട് ഡയമെൻഷൻ ഓഫ് കേർണൽ ടി ഇതിൽ 0 വെക്ടർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇനി നമുക്ക് എ ട്രാൻസ്പോസ് എടുക്കാം. എ ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞാൽ -1 -1 1 1 1 വരും. ഇനി അതിനെ വീണ്ടും റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോമിലോട്ട് മാറ്റി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് എടുത്ത് എഴുതി 1 0 0 1. അപ്പോൾ അതിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുന്നത്? 1 0യും 0 1ഉം കോളം സ്പേസ് ആണ്. അപ്പോൾ ട്രാൻസ്പോസ് എടുത്താൽ റോ എടുത്ത് എഴുതി 1 0 0 1. അപ്പോൾ അതിൻ്റെ ഡയമെൻഷൻ എന്തായിരിക്കും? 1 2 അല്ലേ? 2 എലമെൻ്റ് ഉണ്ട്. അപ്പോൾ 1 2. ഡയമെൻഷൻ ഓഫ് റേഞ്ച് എന്ന് പറയുന്നത് 2 ആയിരിക്കും. അതായത് റാങ്ക് ഓഫ് ടി എന്ന് പറയുന്നത് 2 ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. മെട്രിക്സ് എ ഈക്വൽ ടു 1 0 1 0 1 0 1 0 1. അതിൻ്റെ കേർണൽ ഓഫ് ടി എന്ന് പറയുന്നത് എങ്ങനെ കിട്ടും? ട്രാൻസ്ഫോർമേഷൻ ഓഫ് എക്സ് ഈക്വൽ ടു 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ കേർണൽ ഓഫ് ടി എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോർമേഷൻ ഓഫ് എക്സ് ഈക്വൽ ടു AX ആണ്. ദാറ്റ് ഈസ് എ എന്ന് പറയുന്ന മെട്രിക്സ് എടുത്ത് എഴുതി. എക്സിൻ്റെ അവിടെ x1 x2 x3 0 0 0. എന്നിട്ട് നമ്മൾ സിംപ്ലിഫൈ ചെയ്തപ്പോൾ x1 + x3 0 x2 0 x1 -3 വന്നു. അപ്പോൾ അതായത് -t 0t. അതിനെ റിസൾട്ടായിട്ട് എഴുതുമ്പോൾ -t 0t ആണ്. വേർ t ഈസ് എ റിയൽ നമ്പർ. അപ്പോൾ ഇതിൻ്റെ ഡയമെൻഷൻ എന്താണ്? 1 അല്ലേ? ഡയമെൻഷൻ ഓഫ് കേർണൽ ടി, നള്ളിറ്റി ഓഫ് ടി എന്ന് പറയുന്നത് 1 ആണ്.
ഇനി ഇതിനെ നമ്മൾ റേഞ്ച് കണ്ടുപിടിക്കാൻ പോകുമ്പോൾ എ ട്രാൻസ്പോസ് ആയിട്ട് എഴുതി, എ ട്രാൻസ്പോസ് ആയിട്ട് എഴുതിയിട്ട് അതിനെ റോ എക്കലോൺ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്തു. ഇവിടെ ഇത് 0 ആണ്, അപ്പോൾ തോന്നുന്നു കുഴപ്പമില്ല. ഇവിടെ ഈ 1 0 ആക്കണം, തേർഡ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റ്. അതിന് വേണ്ടിയിട്ട് R3 മൈനസ് R1 എഴുതി. അപ്പോൾ ഇവിടെ ഇതെല്ലാം 0 ആയി പോയി. അപ്പോൾ റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്ത് വരും? S0, S0, T0, S ആൻഡ് T ആർ എനി റിയൽ നമ്പേഴ്സ് ആണ്. അപ്പോൾ അതിൽ എത്ര ഡയമെൻഷൻ എന്താണ്? 1 2 അല്ലേ, 2 എലമെൻ്റ് അല്ലേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഡയമെൻഷൻ ഓഫ് റേഞ്ച് ഓഫ് ടി, ദാറ്റ് ഈസ് റാങ്ക് ഓഫ് ടി എന്ന് പറയുന്നത് 2 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ടോപ്പിക്കിൽ എന്തൊക്കെയാണ് പഠിച്ചത്? എന്താണ് ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ്റെ റേഞ്ച് എന്ന് പഠിച്ചു. ആ റേഞ്ച് പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മളൊരു തിയറം വഴി പറഞ്ഞു അതൊരു വെക്റ്റർ സ്പേസ് ആയിരിക്കും എന്ന് പറഞ്ഞു. വെക്റ്റർ സ്പേസ് സബ് സ്പേസ് ആണെന്ന് പറഞ്ഞു അല്ലേ. റേഞ്ച് ഓഫ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ സബ് സ്പേസോ കോഡൊമൈൻ്റെ സബ് സ്പേസ് ആയിരിക്കും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞത് എന്താണ്? കോളം സ്പേസ്, ഒരു മെട്രിക്സിൻ്റെ കോളം സ്പേസ് ആയിരിക്കും റേഞ്ച് എന്ന് പറഞ്ഞാൽ. പിന്നെ നള്ളിറ്റിയും റാങ്കും, ലീനിയർ ട്രാൻസ്ഫോർമേഷൻ്റെ റാങ്കും നള്ളിറ്റി എന്താണെന്ന് ഡിസ്കസ് ചെയ്തു. അതിൻ്റെ സം ഓഫ് റാങ്ക് ആൻഡ് നള്ളിറ്റി എന്താണെന്ന് ഡിസ്കസ് ചെയ്തു. പിന്നെ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസും പറഞ്ഞു. ഓക്കെ, നമുക്കതെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.